ഹായ് സ്റ്റുഡൻസ്. ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടല്ലോ. നമ്മൾ ആ ടൈപ്സ് ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പബ്ലിക് ക്ലൗഡ് മോഡൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈവറ്റ് ക്ലൗഡ് മോഡൽ എന്താണ് എന്നതിനെ കുറിച്ചാണ്. ഇപ്പം ഒരു ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനിലുള്ളവർക്ക് മാത്രമേ ഒരു പർട്ടിക്കുലർ ക്ലൗഡിലുള്ള സിസ്റ്റംസും സർവീസുകളും ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ക്ലൗഡ് ഒരു സിംഗിൾ ഓർഗനൈസേഷനിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിനെ ഇന്റേണലി ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയോ ആയിരിക്കും ഇതിനെ മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ക്ലൗഡ് മോഡലിൻ്റെ ഒരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഇൻഫർമേഷൻസ് ഉണ്ട്, എൻ്റർപ്രൈസ് IT റിസോഴ്സുകളുണ്ട്, ക്ലൗഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്, ക്ലൗഡ് ഇൻ്റർനെറ്റ് വർക്ക്, എൻ്റർപ്രൈസ് ഇൻഫ്രാസ്ട്രക്ചറും പ്രൊവൈഡർ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഉണ്ട്, നെറ്റ്വർക്ക് സർവീസ് സ്റ്റോറേജസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള ഓരോരോ കമ്പോണൻസ്. ഇപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൈവറ്റ് ക്ലൗഡ് മോഡൽസിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Higher security and privacy, more control, cost and energy efficiency, improved reliability. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയാം. ഫസ്റ്റ് വൺ ഈസ് ഹൈ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. ഇപ്പോൾ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ജനറൽ പബ്ലിക്കിന് ഓപ്പറേഷൻസ് ഒന്നും അവൈലബിൾ അല്ല. മാത്രമല്ല, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കുറേ പൂൾസ് ഓഫ് റിസോഴ്സുകളിൽ നിന്നാണ് റിസോഴ്സുകളെ ഷെയർ ചെയ്യുന്നത്. ഇത് പബ്ലിക് എന്ന് പറയുമ്പം അവിടെ എല്ലാ റിസോഴ്സുകളിൽ നിന്നുമായിരുന്നു, പൂൾ ഓഫ് റിസോഴ്സുകളിൽ നിന്നായിരുന്നു റിസോഴ്സുകൾ ഷെയർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് റിസോഴ്സുകളുടെ കളക്ഷൻസേ നമ്മുടെ കയ്യിലുള്ളൂ. ആ റിസോഴ്സുകളെ ആയിരിക്കും ഇവിടെ എല്ലാവരും കൂടെ ഷെയർ ചെയ്യുന്നത്, പ്രൈവറ്റിലായിട്ടുള്ള ഒരു ഓർഗനൈസേഷനുള്ള ആൾക്കാരും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇവിടെ ഹൈ സെക്യൂരിറ്റിയും പ്രൈവസിയൊക്കെ ഇവിടെ എൻഷുർ ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഒന്നും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളെയൊന്നും ആക്സസ് ചെയ്യാൻ പറ്റുകയില്ലല്ലോ. നെക്സ്റ്റ് പോയിന്റ് ഈസ് മോർ കൺട്രോൾ. അപ്പോൾ പ്രൈവറ്റ് ക്ലൗഡിന് അതിനുള്ള റിസോഴ്സുകളെയും ഹാർഡ്വെയറുകളെയും കൂടുതൽ കൺട്രോൾ ഉണ്ട് പബ്ലിക് ക്ലൗഡിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ. കാരണം ഒരു ഓർഗനൈസേഷനിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ഈസ് കോസ്റ്റ് ആൻഡ് എനർജി എഫിഷ്യൻസി. ഇവിടെ നിന്ന് പറയുമ്പോൾ ഈ പബ്ലിക് ക്ലൗഡ്സിലുള്ള റിസോഴ്സുകളുടെ അത്രയും കോസ്റ്റ് എഫക്റ്റീവ് ഒന്നും ഈ പ്രൈവറ്റ് ക്ലൗഡ് റിസോഴ്സുകൾക്ക് ഉണ്ടാവുകയില്ല. ഇത് പബ്ലിക് ക്ലൗഡ് റിസോഴ്സുകളെക്കാളും കൂടുതൽ എഫിഷ്യൻസി ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പ്രൈവറ്റ് ക്ലൗഡ് മോഡലിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിസ്ട്രിക്റ്റഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഇപ്പോൾ ഈ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത് ലോക്കലി മാത്രമേ ഇതിനെ ആക്സസിബിൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതിനെ ഗ്ലോബലി ഡിപ്ലോയ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്. ഹൈ പ്രൈസ്ഡ്. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ഡിമാൻഡിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഹാർഡ്വെയർ ഒക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു കോസ്റ്റ്ലി ട്രാൻസാക്ഷൻ ആണ്. അടുത്തത് ലിമിറ്റഡ് സ്കെയിലബിലിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ പബ്ലിക് ക്ലൗഡിൽ കുറേ പൂൾസ് ഓഫ് റിസോഴ്സുകളില്ലേ. അപ്പോൾ അതിനേക്കാളും കുറച്ചളവിലുള്ള പൂൾസ് ഓഫ് റിസോഴ്സുകളെ ഈ പ്രൈവറ്റ് ക്ലൗഡിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ കുറച്ച് ഇന്റേണൽ ഹോസ്റ്റ് റിസോഴ്സുകളല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയും അത് നമുക്ക് സ്കെയിലിങ്ങും ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതായത് ഇപ്പം അവിടെയുള്ള റിസോഴ്സുകളെക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രോബ്ലംസ് ഉണ്ടാകാം. നെക്സ്റ്റ് പോയിന്റ് ഈസ് അഡീഷണൽ സ്കിൽസ്. അപ്പോൾ ക്ലൗഡ് ഡിപ്ലോയ്മെൻ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻസിന് സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസിന് വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈവറ്റ് ക്ലൗഡ് മോഡലിൻ്റെ ഫീച്ചേഴ്സ്. എല്ലാവർക്കും ഈ ടോപ്പിക്ക്
ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.